ഇതാ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനപ്രിയ മന്ത്രകോടിയിൽ മാറി മന്ത്രകോടിയിൽ അതീവ സുന്ദരിയായതിനു ശേഷം ബാക്ക്. സോ നമ്മൾ 1-2 ഫോട്ടോസ് ഒന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പിളിന് വേണ്ടി പറഞ്ഞ ആ ഒരു ടാസ്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി അങ്ങോട്ട് ടാസ്കുകളും അതുപോലെ തന്നെ പെർഫോമൻസുകളുണ്ട്. അപ്പൊ ആരും പോകരുത്, കുറച്ച് നേരം ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ കസിൻസ് ആണ്. അപ്പൊ അവരാണ് ഈ ഒരു ഗെയിം സെഷൻ അടിപൊളിയായിട്ട് ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് വാച്ച് എന്തൊക്കെയാണ് അവരിവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ട് തന്നെ അറിയാം. ആൻഡ് ബാക്ക് ടു ദം. താങ്ക് യു. അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. സെറമണീസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കസിൻസിൻ്റെതായിട്ടുള്ള കുറച്ച് ചീഫ് ഷോസ് ആണ്. അപ്പോൾ വധുവരന്മാരെല്ലാവരും മുന്നേറ്റൊക്കെ കഴിഞ്ഞ് ഒഫീഷ്യൽ സെറമണീസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിതരാണോ? അല്ല, ആണെങ്കിൽ പോലും ബിരിയാണി കൊടുക്കുന്നില്ല. ഇപ്പോൾ ബിരിയാണി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവരുടെ മനഃപ്പൊരുത്തം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. മനഃപ്പൊരുത്തം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻസ് കസിൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരം പറയാൻ അവരുടെ മൈക്ക് ഉണ്ടാവില്ല. പകരം ആ ഫോട്ടോ ആണ് എടുത്ത് കാണിക്കേണ്ടത്. ആരാണ് ആൻസർ എന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ ആണ് എടുത്ത് കാണിക്കേണ്ടത്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അറേഞ്ച് മാരേജ് ഉണ്ട്. അറേഞ്ച് മാരേജ് ഓക്കെ, മാരേജ് ആണ്. അപ്പം ആരാണ് ആദ്യം അപ്രോച്ച് ചെയ്തത്? ആരാണ് അപ്രോച്ച് ചെയ്തത്? കോപ്പി അടിക്കാൻ പാടില്ല. ഓക്കെ, പൊരുത്തം ഒന്ന് റെഡി. ഇതിൽ 10 പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് ബിരിയാണി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് ആൻഡ് ജ്യൂസ് ഓൺലി. ബിരിയാണി തിരിഞ്ഞു നോക്കാൻ പാടില്ല. അത് ചേട്ടൻ എന്നെ നോക്കി പറഞ്ഞു. പറയാനും പാടില്ല. സീക്രട്ട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കാണ്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്നത് നിങ്ങളിൽ ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ ഭക്തിമാൻ സഞ്ചരിക്കുന്നത്? ആത്മീയത. രണ്ടുപേര് കണക്കാണെന്നാണ് പറയുന്നത്. ഓൾ മാത്തമാറ്റിക്സ്. എല്ലാ ക്വസ്റ്റ്യനും രണ്ടും പോകാൻ പാടില്ല കേട്ടോ. ചിലതൊക്കെ പോകാം. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളിൽ ആരാണ് ഏറ്റവും കാം, ക്വൈറ്റ് ആയിട്ട് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആള്? അവിടെ സ്വന്തമായിട്ട് പറഞ്ഞു. ഓക്കെ, ഇവിടെ ആരും ഇല്ല എന്നാണ് പറയണേ. രണ്ടാളും ഭയങ്കര none of them. ഓക്കെ, അടുത്തത് ആരാണ് കൂടുതൽ ഔട്ട് ഗോയിങ് മറ്റേ ആളെ എപ്പോഴും വിളിക്കുന്നത്? ആരാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഔട്ട് ഗോയിങ് മറ്റേ ആളെ എപ്പോഴും വിളിക്കുന്നത്? റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ കണ്ട കമന്ന് ചാടി കഴിക്കുന്നത് ആരാണ്? ഐസ്ക്രീം ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ശരിക്കും കിട്ടും. ആരാണ് കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയി ഡയറ്റ് ഒക്കെ നോക്കി ഫുഡ് കഴിക്കുന്നത്? ഹെൽത്ത് കോൺഷ്യസ് ഡയറ്റ് ഒക്കെ നോക്കി ഫുഡ് കഴിക്കുന്നത്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Who is more lucky to find the partner?
ഇത് ക്യാമറമാൻ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ക്യാമറമാൻ എടുത്തേക്കാം. ഓക്കെ, ഓക്കെ. ലാസ്റ്റ് ചോദ്യം. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം അടി ഉണ്ടാക്കുക എന്നതാണ്. അതെ അതെ ശരിയാണ്. എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു ദാമ്പത്യ ജീവിതത്തിൽ. ചോദ്യം ഇങ്ങോട്ടല്ല, ചോദ്യം ഇങ്ങോട്ടല്ല. ഓക്കെ, ശരി. അപ്പോ ആരാണ് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ ആരാണ് ആദ്യം വിട്ടുകൊടുക്കുന്നത്? ആരാണ് കോംപ്രമൈസ് വയ്ക്കുന്നത്? ചോദ്യം ഇങ്ങോട്ടല്ല, ഇവിടെ ചോദ്യമില്ല. ഞങ്ങളുടെ ഉത്തരവില്ല, ഉത്തരം നിങ്ങളുടെയാണ്. അടി ഉണ്ടാക്കുമ്പോൾ ആരാണ് കോംപ്രമൈസ് ശ്രമിക്കുന്നത്? ഓക്കെ, ഉണ്ടാക്കും അല്ലേ? ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ 9 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കാം, പറയൂ. ഓക്കെ, അറേഞ്ച് മാരേജ് ആണ്. സ്റ്റിൽ ഇവിടെ ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓൾറെഡി അത് പ്രപ്പോസൽ സീനൊക്കെ കഴിഞ്ഞതാണ്. സോ നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെങ്ങനെ പ്രപ്പോസ് തന്നെ പറഞ്ഞാൽ പോലെ ഓരോന്നില്ല ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിങ്ങൾ തിരിച്ചു. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ Q&A സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ വിവാഹമാണ്, വിവാഹ വേദിയാണ്, നമ്മൾ ഗെയിമൊക്കെ കണ്ടു. ഇനി നമുക്കറിയാം ഈ ഒരു വിവാഹത്തിൽ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ട. കാരണം വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം 2 പേരുടെ കൂട്ടായ്മയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ 2 പേര് തമ്മിലുള്ള ഒരു ബോണ്ടിനെയാണ് മാരേജ് സ്പെസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഒരു ലവിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ജീവിതത്തിൽ ഇവരെങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ട് പോവേണ്ടത് എന്ന് നമുക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ചും അവരുടെ വായിൽ തന്നെ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഇതാ നമ്മൾ ഒരുക്കി തരാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് ജീൻ ചാൻസ് ജീനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ജീൻ നമ്മളോടൊപ്പം വേദിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം പറഞ്ഞു തരുന്നത് എന്തോ അത് അതുപോലെ അങ്ങ് പറയാം. ഇന്നേ ദിവസം വിവാഹിതനായ അജഞ്ചലി ലോത്തിക്കൽ എന്ന ഞാൻ എന്റെ സഹധർമ്മിണിയായ ദീനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും
ഏത് അർദ്ധരാത്രിയിലും ഞാൻ അവൾക്കായി കേക്കും പിസയും ഉണ്ടാക്കുമെന്നും കേക്കും പിസയും ഉണ്ടാക്കുന്നു. ഞാൻ ദീനയെ അനുസരിക്കുന്ന ഒരു നല്ല ഭർത്താവായി ജീവിച്ചു കൊള്ളാമെന്നും ഇതാണ് പ്രധാനമന്ത്രി. അതോടൊപ്പം ഈ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാവുകയില്ല എന്നും യാതൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇനി അടുത്ത അവസരം ദീനപ്രിയായ ഞാൻ എന്നെ പൊന്നുപോലെ നോക്കുന്ന അജഞ്ചൽ ചേട്ടായിയെ തിരിച്ചു പൊന്നുപോലെ നോക്കാമെന്നും ഞങ്ങളുടെ സ്നേഹത്തിന്റെ വാസ്തുശില്പി എന്ന നിലയിൽ അജഞ്ചൽ ചേട്ടായിയെ ഞാൻ എന്റെ എക്കാലത്തെ പ്രൊജക്റ്റായി ഏറ്റെടുക്കുന്നു. എക്കാലത്തെയും പ്രൊജക്റ്റായി ഏറ്റെടുക്കുന്നു. എന്നും ചേട്ടായി ഉണ്ടാക്കുന്ന ഫുഡിന്റെ ഒഫീഷ്യൽ ടെസ്റ്ററായി ജീവിക്കാമെന്നും ഈ ജീവിതകാലം മുഴുവൻ ചേട്ടായി അനുസരിക്കുന്ന ഉത്തമ ഭാര്യയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഈ ഇവന്റ് സംഘാടകരോട് വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ല. എന്നും സ്നേഹം മാത്രം. ഏകദേശം മതപേക്ഷകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഒരു വിവാഹവേദിയിൽ നല്ലൊരു സത്യപ്രതിജ്ഞയൊക്കെ രണ്ടപേരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഏറെ സമയം കണ്ടു. എല്ലാവരും നല്ല രീതിക്ക് ആസ്വദിച്ചെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ കുറെ നേരമായിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു സമയം വേദിയിലേക്ക് എത്തിച്ചേർന്ന് മനോഹരമായ നിങ്ങളുടെ വിശ്വസും ബ്ലെസ്സിങ്സും ഒക്കെ അറിയിച്ചുകൊണ്ട് നല്ല നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള സമയമാണിത്. സോ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോട്ടോ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു സമയം ഞാൻ ആദ്യമായി സ്വാഗതം അറിയിക്കുകയാണ്. സോ ഒഫീഷ്യലി വേദിയിൽ ഫോട്ടോ സെഷൻ നമ്മളിത് ആരംഭിക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരിക്കും.